പ്രിയരെ നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഭാഗത്താണ്. ചോദ്യം ചെയ്യലിന് മരണമുണ്ടോ? ചോദ്യം ചെയ്യുന്ന ആ ചോദ്യചിഹ്നങ്ങൾക്ക് മരണമുണ്ടോ? അതാണ് ഇന്നത്തെ ചിന്താവിഷയം. ആ ചിഹ്നങ്ങൾ പലപ്പോഴും പല സത്യങ്ങളായി ഈ ലോകത്ത് ഇപ്പോഴും പാറി പറന്ന് നടക്കുകയാണ്. നോക്കൂ, ഇന്ന് നമ്മുടെ പൊതുരംഗത്തും ഭരണ സംവിധാനങ്ങളിലുമൊക്കെ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ചോദ്യം ചെയ്യുന്നവരെ അടിച്ചമർത്തുക അല്ലെങ്കിൽ നിശബ്ദരാക്കുക എന്നുള്ളത്. ഒരു ക്ലാസ് മുറിയിലെ അധ്യാപകനെ പോലെ തൻ്റെ അധികാരം ചോദ്യം ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ഒരു ഭരണാധികാരിയോ അതല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതൃത്വമോ എന്തുമാകട്ടെ, ചോദ്യങ്ങൾ ചോദിച്ച വിദ്യാർത്ഥിയെ ഒരു അധ്യാപകൻ ക്ലാസ് മുറിയിൽ നിന്ന് എപ്രകാരമാണോ പുറത്താക്കുന്നു, ആ മുറിക്കുള്ളിൽ ആ ക്ലാസ്സിലെ കുട്ടികൾ അല്പനേരം ശാന്തമായിരിക്കും, ഒരു ശോകമൂകമായിരിക്കുന്ന ഒരവസ്ഥ പലപ്പോഴും ആ ക്ലാസ് മുറിയിൽ തളം കെട്ടി നിൽക്കും. ഇതേപോലെ തന്നെയാണ് പലപ്പോഴും രാഷ്ട്രീയത്തിലും നമ്മൾ കണ്ടുവരുന്നത്. നോക്കൂ, പുറത്താക്കപ്പെടുന്ന ചോദ്യകർത്താക്കൾ അനിഷ്ടങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ആ പ്രസ്ഥാനത്തിനെതിരായി പ്രവർത്തിക്കുന്നവരെ എന്ന രീതിയിൽ മുദ്രകൾ കുത്തുന്ന ഒരു സമൂഹം, ഒരു നേതൃത്വം. ഇത് നമ്മുടെ രാഷ്ട്രീയ കളത്തിൽ ഒരു നയത്തെക്കുറിച്ചോ പദ്ധതിയെക്കുറിച്ചോ ഒരു നേതാവിൻ്റെ നിലപാടിനെക്കുറിച്ചോ യുക്തിസഹമായ ചോദ്യം അല്ലെങ്കിൽ വിമർശനം ഉന്നയിക്കുന്നവരെ പലപ്പോഴും പാർട്ടിയിൽ നിന്നോ സ്ഥാനമാനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ പൊതുമണ്ഡലങ്ങളിൽ നിന്നോ പലപ്പോഴും പുറന്തള്ളാറുണ്ട് ആ പ്രസ്ഥാനം തന്നെ എന്ന് നമ്മുടെ മുന്നിലൊക്കെ പലപ്പോഴും കണ്ടുവരുന്ന സത്യമാണ്. അധികാരത്തിൻ്റെ പ്രതികരണം ചോദ്യകർത്താവിനെ പുറന്തള്ളുന്നതോടുകൂടി അധികാരി ലക്ഷ്യമിടുന്ന ഒരു കാര്യമുണ്ട്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ചോദ്യം ചെയ്ത വ്യക്തിയെ ശിക്ഷിക്കുക. രണ്ട്, മറ്റുള്ളവർക്ക് മുമ്പിൽ ഒരു മുന്നറിയിപ്പ് നൽകുക, അതല്ലെങ്കിൽ ഭയം സൃഷ്ടിക്കുക എന്നുള്ളത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ താൽക്കാലിക ശമനം അല്ലെങ്കിൽ ശാന്തത. താൽക്കാലികമായ ആ ശാന്തത പലപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഭരണകൂടത്തിനോ അതല്ലെങ്കിൽ നേതാവിനോ അല്പസ്വല്പം ആശ്വാസം ലഭിച്ചേക്കാം. പക്ഷേ വിമർശനത്തിൻ്റെ ശബ്ദം തുടങ്ങുന്നു. എന്നാൽ ഇവിടെയാണ് അടിസ്ഥാനപരമായ വൈരുദ്ധ്യം തുടങ്ങുന്നത് എന്ന് മനസ്സിലാക്കുക. പ്രിയരെ, അവശേഷിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ചോദ്യം ചെയ്ത വ്യക്തിയെ ഇറക്കി വിട്ടാലും ആ ചോദ്യം ജനങ്ങളുടെ ഇടയിലും സത്യസന്ധരായ ഉദ്യോഗസ്ഥരുടെ ഇടയിലുമൊക്കെ ആ നിശബ്ദരായ മറ്റ് അംഗങ്ങളുടെ ഇടയിലൊക്കെ അല്ലെങ്കിൽ മനസ്സിലൊക്കെ ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കും അല്ലെങ്കിൽ നിലനിൽക്കും. ഒരു പദ്ധതിയിലെ അഴിമതിയെക്കുറിച്ചോ ഒരു തീരുമാനത്തിലെ നീതി നിഷേധത്തെക്കുറിച്ചോ ഉള്ള ചോദ്യമാണെങ്കിൽ പ്രിയരെ, ആ ചോദ്യം ശക്തമായി ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു വരും, ഒരു ബൂമറാങ്ങിനെ പോലെ. ഉപദേശങ്ങളൊക്കെ ചെറിയത് ഇതാണ്. നിങ്ങളൊരു വ്യക്തിയെ പുറത്താക്കാം, പക്ഷേ ആ വ്യക്തി ഉന്നയിച്ച സത്യം സമൂഹത്തിൽ ബാക്കി നിൽക്കുന്നുണ്ടാകും. നിങ്ങൾ ചോദ്യത്തെ അഭിമുഖീകരിക്കുന്നതിന് പകരം ചോദ്യകർത്താവിനെ ഒഴിവാക്കപ്പെടുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ പരാജയത്തെയാണ് നിങ്ങൾ സൂചിപ്പിക്കുന്നത്, വർദ്ധിപ്പിക്കുന്നത്. അത് ആദ്യം ഈ വിമർശനത്തെ ഇഷ്ടപ്പെടാത്തവർക്ക് നൽകുന്ന ഒരു ഉപദേശമാണ്. നോക്കൂ, ഒരു ജനകീയ ഭരണത്തിൽ അല്ലെങ്കിൽ ജനാധിപത്യ രാഷ്ട്രീയത്തിൽ ചോദ്യങ്ങളെ അടിച്ചമർത്തുന്ന നേതാവ് തൻ്റെ ഭരണത്തിൻ്റെ ആയുസ്സാണ് കുറയ്ക്കുന്നത് എന്ന് ഉൾക്കൊള്ളാൻ സാധിക്കണം. ചോദ്യങ്ങൾ ഉയരുമ്പോഴാണ് സംവിധാനത്തിലെ പോരായ്മകൾ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നത്. ആ പോരായ്മകളെ പരിഹരിക്കാനുള്ള അവസരമാണ് ചോദ്യങ്ങൾ ഇല്ലാതാക്കുന്നതിലൂടെ ഈ ഭരണകർത്താക്കൾ അതല്ലെങ്കിൽ നേതാക്കന്മാർ സൃഷ്ടിക്കപ്പെടുന്നത് എന്നുള്ളത് ഒന്ന് ഓർക്കുക. പ്രിയരെ, നമുക്കറിയാം, മുന്നോട്ട് പോകാനുള്ള യഥാർത്ഥത്തിലുള്ള വഴി രാഷ്ട്രീയ നേതൃത്വം ചോദ്യങ്ങളെ സമീപിക്കേണ്ടത് ഒരു ഭീഷണിയായിട്ടായിരിക്കരുത്, മറിച്ച് തങ്ങളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ രീതിയിൽ അതിനെ സ്വീകരിക്കുക എന്നുള്ള കടമ ഈ രാഷ്ട്രീയ നേതൃത്വം ഒന്ന് മാറി ചിന്തിക്കണം. ചോദ്യത്തെ സ്വീകരിക്കുക, വിമർശനങ്ങളെ ഭയപ്പെടാതെ തുറന്ന മനസ്സോടെ സ്വീകരിക്കുക, യുക്തിഭദ്രതയെ അംഗീകരിക്കുക. വ്യക്തിപരമായ വിദ്വേഷത്തിന് പകരം ചോദ്യത്തിലെ യുക്തിയും സത്യമുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കുക. ചെറിയ കാര്യം, അവർ പറഞ്ഞതിൽ ഒരു വിമർശനാധിഷ്ഠിതമായി സ്വയം ഒന്ന് വിലയിരുത്തുക എന്ന് സാരം. ചോദ്യം ന്യായമാണെങ്കിൽ തിരുത്തുകൾ വരുത്താനുള്ള ആർജവം നമ്മൾ കാണിക്കുക. അത് ഭരണകൂടത്തിൻ്റെ
വിശ്വാസ്യതയെ തന്നെ വർദ്ധിപ്പിക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ചോദ്യം ചെയ്ത വ്യക്തിയെ പുറത്താക്കിയാലും ആ ചോദ്യം ക്ലാസ്സിൽ അവശേഷിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന നേതാവാണ് യഥാർത്ഥത്തിൽ വിവേകമുള്ള ഭരണാധികാരി അല്ലെങ്കിൽ നേതൃത്വ പദവിയെത്താനുള്ള കഴിവുള്ളത്. കാരണം ചോദ്യം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ ഉണ്ടെങ്കിൽ ജനങ്ങൾ അത് പരസ്യമായി ചോദിക്കേണ്ട സമയം അത് മടിക്കാതെ തന്നെ ഒരു ദിവസം അത് പുറത്തു വരും. അപ്പോൾ അധികാരത്തിൻ്റെ ഭിത്തികൾക്ക് ആ ചോദ്യം ചെയ്യുന്നതിനെ തടയാൻ ഒരിക്കലും സാധിക്കില്ല. ആ അധികാരത്തിൻ്റെ ഭിത്തികൾ തമർത്തുകൊണ്ട് ഇല്ലാതാക്കിക്കൊണ്ട് ചവിട്ടിപ്പൊളിച്ചുകൊണ്ട് ആ ചോദ്യം എതിർത്ത് നിൽക്കുന്നവരെ, ചോദ്യങ്ങളെ ഭയപ്പെടുന്നവരെ ഇല്ലാതാക്കാൻ സാധ്യതയുണ്ട്. പ്രധാനമായിട്ടും ചോദിക്കട്ടെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്തിനെയാണ്? ചോദ്യകർത്താവിനെയാണോ അതോ ചോദ്യം വഹിക്കുന്ന സത്യത്തെയാണോ? പ്രിയരെ, ഒന്ന് വിലയിരുത്തുക. നമ്മുടെ മുന്നിൽ നിൽക്കുന്ന പല സംഗതികളെയും ഇതിൽ മുഴച്ചു കണ്ടേക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ, തത്വചിന്താപരമായ ഈ വീഡിയോകൾ എത്രത്തോളം സ്വീകാര്യമാകുമെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക. ഇന്നല്ലെങ്കിൽ നാളെ ഈ സത്യം ഇവിടെ പുറത്തു വരാതിരിക്കില്ല. ഈ സത്യം ഇവിടെ തന്നെ നിലനിൽക്കും. അതായത് ചോദ്യം ചെയ്യപ്പെടുന്നവരെ ഒഴിവാക്കുന്നവർ ഇന്നല്ലെങ്കിൽ നാളെ അവർ നിശേഷം ഈ സമൂഹത്തിൽ നിന്ന്, ഈ സാമൂഹികമായ ജീവിത ശൈലിയിൽ നിന്ന് അവർ പതുക്കെ ഇല്ലാതാകുന്ന ഒരു കാലം അതിവിദൂരത്തല്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. പറയാൻ മറന്നുപോയി, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാം, മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാം. നന്ദി, നമസ്കാരം.